നമുക്ക് ബാലന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വല്ലാത്തൊരു സങ്കടത്തില് ഗോമതി ഇരുന്ന് കരയുവാണ്. ഈ സമയത്ത് അനന്തനെ ആശ്വസിപ്പിക്കുകയാണ്. സാരമില്ല ഗോമതി, പോട്ടെ, നീ ഇങ്ങനെ സങ്കടപ്പെടാതിരിക്കുക. നീ എന്തിനാ ഇങ്ങനെ കരയണെന്ന് ചോദിക്കുവാണ്. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അനന്തേട്ടാന്ന് പറയാ. വിഷമിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനന്തനൊക്കെ നല്ല സങ്കടമായിപ്പോയി. പിന്നീട് രാജശ്രീയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം രാജശ്രീ, നീ ഗോമതിയെ മുറിയിലേക്ക് കൊണ്ടേ ആക്കാനായിട്ട് പറയണം. അങ്ങനെ ഗോമതിയെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. ആ സമയത്ത് അച്യുതൻ പറഞ്ഞു, അല്ല ഏട്ടന്റെ തീരുമാനം എന്താന്ന് ചോദിക്കുവാണ്. എന്ത്? അല്ല എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാവണ്ടേന്ന് ചോദിക്കുവാണ്. ഗോമതിയെ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണം. ഈ വീട് സ്ഥലം അലോകിന്റെ പേരിലേക്ക് മാറ്റണം എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം അനന്തം പറഞ്ഞു, അതിനെന്താ കുഴപ്പം, നമുക്ക് സാവകാശം കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറയണം. അലോക് പറഞ്ഞു, അപ്പച്ചനെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉദ്ദേശങ്ങളൊന്നും നടക്കില്ല എന്ന് പറയണം. അപ്പോഴേക്കും അനന്തം പറഞ്ഞു, അത് ശരിയാകുമോ? ഈ വീട്ടിൽ പിടിച്ചു വെക്കാൻ പറ്റുന്ന കാര്യമാണോ? നമ്മൾ അവളോട് ചെയ്യുന്ന തെറ്റില്ല എന്ന് ചോദിക്കുകയാണ്. അച്യുതൻ പറഞ്ഞു, തെറ്റ് ശരിയൊക്കെ നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിലേ നമ്മുടെ ജീവിതം നശിച്ചു പോകുന്നത് അറിയാലോ. ഒരു കാരണവശാലും അങ്ങനെ സംഭവിച്ചുകൂടാ. ഈ സമയം നന്ദിത പറഞ്ഞു, അത് പിന്നെ അച്യുത, നമ്മൾ ശരി ചെയ്യുന്ന കാരണം നമ്മൾ ഗോമതി ചേച്ചിയുടെ ആ ഒരു ജീവിതം കൂടെ നോക്കണ്ടേ? അല്ലെ നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടം മാത്രം നോക്കിയിട്ട് കാര്യമില്ലെന്ന് പറയാണ്. അച്യുതൻ പറഞ്ഞു, എന്ത്? അവളുടെ ജീവിതമോ? അവളുടെ ജീവിതം നല്ല ജീവിതം ആയിരുന്നു അവൾക്ക് കിട്ടിയിരുന്നേ. അങ്ങനെയായിരുന്നെങ്കിൽ ഇപ്പൊ ആ ബാലൻ അവളെ ഇറക്കി വിടുമായിരുന്നോ? ഒരിക്കലും ഇല്ല എന്ന് പറയാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മളിപ്പോ ഒരു തെറ്റുകൂടെ ചെയ്യുന്നില്ല. നമ്മുടെ അച്ഛൻ ചെയ്തൊരു തെറ്റ് മുമ്പേ അവളുടെ പേരിലേക്കെല്ലാം എഴുതി വെച്ചു. അതിപ്പോ അച്ഛന് തോന്നിക്കണം നമ്മുടെ പേരിലേക്ക് തിരികെ മാറ്റണമെന്ന്. അതുകൊണ്ടായിരിക്കും ഗോമതി ഇങ്ങോട്ടേക്ക് വന്നേ. അല്ലെങ്കിൽ പിന്നെ ദേവമംഗലത്ത് കിടക്കുന്ന അവള് ഇത്രയും വലിയ ശത്രുത ഉണ്ടായിട്ടും കൃഷ്ണമംഗലത്തേക്ക് വന്ന് കയറാൻ കാരണം എന്താ? അതിന് അതിൻ്റെതായ നിമിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് അനന്തനോട് പറയാണ്. ഈ സമയത്ത് അനന്തൻ പറഞ്ഞു, എനിക്കെന്തോ അവളുടെ സങ്കടം കണ്ട് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞാന്ന് പറയണം. പിന്നീട് അച്ഛൻ പറഞ്ഞു, അങ്ങനെ നമ്മുടെ സങ്കടം നോക്കിക്കൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല അനന്തേട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ സമയത്ത് എന്ത് ചെയ്യുവാണ്, ശ്രീകലയും ഉദയഭാനും കൂടെ ദേവമംഗലത്തേക്ക് വരുക. അങ്ങനെ ഒരു ടാക്സി ഒക്കെ വിളിച്ചാണ് വരുന്നത്. അവിടെ ഒന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞു, അതെ ഇനി ഞങ്ങൾ ഇടയ്ക്ക് വിളിക്കുമ്പോൾ വന്നേക്കണം എന്നൊക്കെ പറയണം അയാളോട്. ശരി എന്ന് പറയണം. അങ്ങനെ അയാൾ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞിട്ട് അവരങ്ങോട്ട് കയറി വരാൻ തുടങ്ങുന്ന സമയത്താണ് അച്യുതൻ അങ്ങോട്ടേക്ക് നടന്നു വരുന്നുണ്ട്. അച്യുതനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഉദയഭാനു ശ്രീകലയോട് പറഞ്ഞു, ഇത് കണ്ടോ, ഇവൻ ആരാന്ന് കണ്ടോ? ഇതിലെവനാ മറ്റവൻ അച്യുതവർമ്മയെന്ന് പറയാണ്. ആഹാ കൊള്ളാലോ എന്ന് പറയാണ്. അല്ല ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ എന്ന് പറയണം. എന്താ കാര്യം? അല്ല ഗോമതി തിരികെ വരുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് പ്ലാനുകളും പദ്ധതികളും ഒക്കെ നടപ്പാക്കാനുണ്ട്. നമുക്ക് ഇവിടുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റാനുണ്ടെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് ഉദയഭാനു പറഞ്ഞു, നീ എന്താ പറയണേ? ഗോമതി മടങ്ങി വരുന്നതിന് മുമ്പോ? അവര് മടങ്ങി വരില്ല, അതാണ് ഇനി നമ്മുടെ ഉദ്ദേശം എന്ന് പറയാണ്. സത്യമാണോന്ന് ചോദിക്കണം. അതെ, മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. മടങ്ങി വന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ കൂടെ അടക്കി ഭരിക്കാം. മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭരണം നടക്കില്ല എന്ന് പറയണം. ഓ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, എന്നാ പിന്നെ കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമായെന്ന് പറയണം. അപ്പോഴേക്കും അച്യുതവർമ്മ എല്ലാവരും അങ്ങോട്ട് വരുവാണ്. ആ സമയത്ത് വലിയ ആളും വിളിച്ചിട്ട് ദേവാനി എന്നിട്ട് പറഞ്ഞു, മിസ്റ്റർ അച്യുതവർമ്മ, നിങ്ങളോട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്ന് പറയും. എന്ത് കാര്യങ്ങള്? നിങ്ങള് ഈ ചെയ്ത എന്താണെങ്കിലും കുറച്ച് മോശമായി പോയിട്ടുള്ള കാര്യമെന്ന് പറയണം. മോശമോ? എന്ത് കാര്യം? അത് ഞാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോന്ന് ചോദിക്കും. നിങ്ങൾ എന്നെ ഒന്നും ചെയ്തില്ല, പക്ഷെ എന്റെ മോളുണ്ടല്ലോ, എന്റെ മോളെ ഇങ്ങോട്ട് കല്യാണം കഴിപ്പിച്ചു വിട്ടിരിക്കുന്നത്. എന്റെ മോളുടെ അമ്മായിമ്മയെ വെച്ച് നിങ്ങൾ കളികൾ കളിക്കുമല്ലേ? ഈ ഉദയഭാനും ശ്രീകല ആരാന്ന് ശരിക്കും നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അച്യുതൻ പറഞ്ഞു, നിനക്കൊക്കെ എന്നാ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോന്ന് ചോദിക്കും. അത് കേട്ട് കഴിഞ്ഞപ്പോ ഉദയഭാനു പറഞ്ഞു, ഭ്രാന്ത് പിടിച്ച ഞങ്ങൾക്കല്ല നിങ്ങൾക്കാന്ന് പറയണം. ഞങ്ങളുടെ മോളെ ഇങ്ങോട്ട് കല്യാണം കഴിപ്പിച്ചു വിടുന്ന സമയത്തെ മോളുടെ അമ്മായിമ്മയാൻ പോകുന്ന അവര് ഇച്ചിരി നന്ദി നെറുകടയൊക്കെ ഉള്ളവളാന്നാ ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ കുടുംബത്തിൽ പറഞ്ഞാന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് തെറ്റി. നിങ്ങളെ പോലെ നിങ്ങൾ ജനിച്ച കുടുംബത്തിൽ തന്നെയല്ലേ അവളും വളർന്നേ. അപ്പൊ ഈ ഗുണങ്ങളൊക്കെ കാണിക്കുള്ളൂ. ഗോമതി എന്താണെങ്കിലും കാണിച്ച നെറുകേട് തന്നെയാന്ന് പറയണം. അപ്പോഴേക്കാണ് മീനാക്ഷി സിറ്റൗട്ടിലേക്ക് വരുന്നത്. മീനാക്ഷി നോക്കിക്കഴിഞ്ഞപ്പോൾ അവരുമായിട്ട് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഉദയഭാനുവിനെയൊക്കെയാണ് കാണുന്നത്. പെട്ടെന്ന് മീനാക്ഷി ഓടി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അങ്കളെ എന്താ അങ്കളെ ഇവിടെ വന്നിരിക്കുന്നത്? ബാ അകത്തേക്ക് കയറി വരാൻ പറയാണ്. ആ സമയത്ത് അച്യുതൻ പറഞ്ഞു, വിളിച്ചോണ്ട് പോകാൻ പറയാണ്. ശ്രീകല പറഞ്ഞു, അങ്ങനെ ഞങ്ങളെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ നോക്കണ്ട. എന്റെ മോളെ ഇങ്ങോട്ട് നോക്കിക്കേ, ഇയാളും ആ ഗോമതി എല്ലാരും കൂടെ ചേർന്നിട്ട് ഈ കുടുംബത്തെ തന്നെ നശിപ്പിക്കാൻ നോക്കുക. ബാലന്റെ കണ്ണീരെ ഇവർക്ക് കാണണ്ടേന്ന് പറയണം. ഈ സമയത്ത് ഉദയഭാനു പറഞ്ഞു, ശരിയാ മോളെ, പറഞ്ഞ 100% ശരിയായിട്ടുള്ള കാര്യമെന്ന് പറയണം. ഇയാളെ ഒന്നും ശരിക്കും വെറുതെ വിടാൻ പാടില്ല എന്ന് പറയണം.
അപ്പോഴേക്കും മീനാക്ഷിയോട് ഇങ്ങോട്ടൊന്ന് വരാനും പറഞ്ഞിട്ട് ഒരു വിധത്തിൽ അവരെ അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോവാണ്. ആ സമയം മീനാക്ഷിയോട് പറഞ്ഞു, മോളെ നിനക്കറിയാലോ, എന്നാലും ഇത്ര പെട്ടെന്ന് ഗോമതി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന നമ്മളാരെങ്കിലും പ്രതീക്ഷിച്ച കാര്യമാണോ? ശരിക്കും പറഞ്ഞാൽ ഗോമതിക്ക് ഇപ്പോഴും ഇതേ കൃഷ്ണമംഗലംകാരുടെ സ്നേഹം കൂടുതൽ. അതുകൊണ്ടാണല്ലോ സ്വന്തം ആംഗ്ലമാരെ വന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവൾ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയത്, ഗോമതി ഇറങ്ങിപ്പോയെന്നൊക്കെ പറയാണ്. മീനാക്ഷിക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ലായിരുന്നു. ആ സമയം കൃഷ്ണമംഗലത്തേക്ക് അങ്ങോട്ട് തിരികെ കയറി പോകുന്ന അച്യുതൻ്റെ അടുത്തേക്ക് അലോക് വന്നിട്ട് ചോദിച്ചു, എന്താ ചേച്ചാ പോയ കാര്യങ്ങൾ, എവിടെ പോയി, ആര് പോയി, നീ അങ്ങോട്ട് മാറിക്കേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ്. ആ സമയം ഉദയഭാനും ശ്രീകല എല്ലാം കൂടെ അകത്തേക്ക് കയറി വരുവാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശ്രീദേവി ഓടി വന്നിട്ട് ആഹാ അച്ഛനും അമ്മേ എന്നൊക്കെ പറയണം. അതേപോലെ ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റുമോ? മോള് വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സങ്കടമായിപ്പോയി. അതാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഓടി അലച്ചു വന്നേ. ഇന്നാണെങ്കിൽ ഉദയേട്ടന് എത്ര മീറ്റിംഗ് ഉണ്ടായിരുന്നു അറിയാവോ? ആ മീറ്റിംഗ് എല്ലാം മാറ്റി വെച്ചിട്ടാ വന്നേന്ന് പറയണം. അത് കേട്ടപ്പോൾ ശ്രീദേവിയുടെ നെഞ്ചെന്ന് കത്തി. പിന്നീട് സ്ത്രീകളുടെ ബാഗ് അങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇതങ്ങോട്ട് പിടിക്കാൻ പറയണം. ഇതെന്താമേ, ഇതിനകത്ത് വല്ല അമ്മയ്ക്കെല്ലാം ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടോ ഇത്ര വെയിറ്റ്? അതെ, ഞങ്ങളുടെ കുറച്ച് ഡ്രസ്സുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാ. ഇനിയിപ്പോൾ എന്താണ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. ഇവിടുത്തെ സ്ഥിതിഗതികളൊക്കെ കണ്ടിട്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട്. അല്ല, നിങ്ങളെല്ലാം വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് സന്തോഷത്തോടെ ഇവിടെ അവിടെ പോയിരിക്കാൻ കഴിയുമോ? ഒരിക്കലും ഇല്ലയെന്ന് പറയണം. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നതെന്ന് പറയണം. പെട്ടെന്ന് ആരും മിത്രമൊക്കെ പരസ്പരം നോക്കുകയാണ്. അതിനുശേഷം മിത്ര പറഞ്ഞു, അതെന്താണ് നല്ല കാര്യം തന്നെയാന്ന് പറയണം. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, ആ ഗോമതി ചെയ്ത നല്ല കാര്യമെന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല. ഗോമതിക്ക് ഇത് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഗോമതി ശരിക്കും ഇപ്പൊ കൃഷ്ണമംഗലംകാരുടെ കൂടെയാ, അതുകൊണ്ടല്ലേ ഈ ചതിയൊക്കെ ചെയ്തേ. പോകുന്നവരൊക്കെ പോട്ടെ, നമുക്കന്ന് ഓർത്ത് നമ്മൾ വിഷമിക്കണ്ട. നമ്മളിവിടെ അടിച്ചു പൊളിക്കണം. കാരണം ഗോമതിക്ക് തോന്നണം ഗോമതി ഇല്ലെങ്കിലും ഈ വീട്ടിൽ എല്ലാവരും സന്തോഷത്തോടെ കഴിയണേന്ന്. അങ്ങനെ വേണം നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീദേവി പറഞ്ഞു, അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരാൻ പറയണം. അതെ, വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ബാലിനെ ഒന്ന് കാണണം, ഞങ്ങളൊന്ന് ബാലിനെ കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് അകത്തേക്ക് പോവാണ്. ഈ സമയത്ത് അലോക് അച്യുതനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് എറിയുമ്പോഴത്തേനും ഗോമതി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ സമയം അച്യുതൻ ഗോമതിയെ നോക്കിയിട്ട് പറഞ്ഞു, നീർക്കോലിയും രാജവമ്പാല ആവുന്ന സമയമാണ് ഇതെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി ചോദിച്ചു, നീർക്കോലി രാജവമ്പാല ആവോ? അച്യുതാട്ടൻ നിൽക്കും, എൻ്റെ പൊറ്റോ, വെറുതെ അല്ല അയാൾ അപ്പച്ചി ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേന്ന് അലോക് പറയാം. അപ്പച്ചിയുടെ തലയ്ക്കകത്തൊന്നും ഇല്ലാത്തോണ്ടാന്ന് പറയണം. ദേ അലോകെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ ബാലേട്ടനെ അയാളെന്നൊന്നും വിളിച്ചേക്കരുത്. നിങ്ങൾക്ക് എൻ്റെ ബാലേട്ടനെ പുച്ഛമായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല എന്ന് പറയണം. ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും കാണും, പക്ഷെ മറ്റൊരാൾ ബാലേട്ടനെ കുറ്റപ്പെടുത്തുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയണം. ഇത് കേട്ടോണ്ട് അങ്ങോട്ടേക്ക് അനന്തം വരുന്നത്. അപ്പോഴേക്കും അലോക് പറഞ്ഞു, സോറി അപ്പച്ചി, ഇനി അങ്ങനെ ആവർത്തിക്കില്ല എന്ന് പറയണം. അനന്തം വന്നിട്ട് പറഞ്ഞു, അതെ, അവൻ അങ്ങനെ പറഞ്ഞതിലൊരു തെറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഗോമതി. നിന്നെ നിഷ്കരണം വലിച്ചെറിഞ്ഞവൻ അവന്. പിന്നെ അവൻ ഇങ്ങനെയല്ല ഞങ്ങൾ പറയേണ്ടതെന്ന് ചോദിക്കണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനിയിപ്പോൾ അവനോടൊപ്പമുള്ള ജീവിതം നീ ആഗ്രഹിക്കണ്ടെന്ന് പറയണം. അത് നടക്കത്തില്ല എന്ന് പറയണം. ഗോമതി പറഞ്ഞു, അന്തേട്ടാ ഞാൻ വേണ്ട, കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണം. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ കണ്ടില്ലേ. ഈ സമയത്ത് അച്ഛനും പറഞ്ഞു, അല്ല ഗോമതി, നിനക്ക് എന്തറിയാന്ന് ചോദിക്കുകയാണ്. നീ ഇറങ്ങാനിരുന്നു, മറ്റുള്ളവർ വരാനെന്ന് പറയണം. മറ്റുള്ളവരോ? ആരുടെ കാര്യം അച്യുതേട്ടൻ പറയണേ? ഓ, നിനക്കപ്പോൾ ഒന്നും അറിയത്തില്ലല്ലേ. ആ ശ്രീദേവിയുടെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ, ഉദയഭാനു ശ്രീകലെ, അവരവിടെ എത്തിയിട്ടുണ്ടെന്ന് പറയാം. അതിനിപ്പോൾ എന്താ കുഴപ്പമിരിക്കുന്നേ, അവര് വരുന്നല്ലേന്ന് പറയണം. രാജശ്രീ പറഞ്ഞു, അതിന് ഇതിനു മുമ്പ് അവര് വന്ന് കണ്ടിട്ടില്ല. ഞാൻ വന്ന് കണ്ടിട്ടില്ലെന്നോ? എത്രയോ വട്ടം വന്നിട്ടുണ്ട്, കുറെ തവണ വന്നിട്ടുണ്ടെന്ന് പറയണം. അതുകൊണ്ട് ഇപ്പൊ എന്താ കുഴപ്പമിരിക്കുന്നേ? പെട്ടെന്ന് അനന്തം പറഞ്ഞു, നിന്റെ മനസ്സ് ശുദ്ധമായതുകൊണ്ടാണ് മോളെ നീ ഇങ്ങനെയൊക്കെ പറയണേ. പക്ഷെ ഇത് സാഹചര്യം അതൊന്നും അല്ലാന്ന് പറയണം. ശരിക്കും പറഞ്ഞാൽ നീ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ദേ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനാന്ന് തോന്നേ ഈ പറയുന്ന ഉദയഭാനു ശ്രീകലയൊക്കെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അവർ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമുണ്ടോ? ചിലപ്പോൾ അവരോട് ഒന്ന് താമസിക്കാനായിരിക്കും എന്ന് പറയണം. താമസിക്കാനോ? അതിന് അവർക്ക് വീടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഇവിടെ വന്ന് താമസിക്കേണ്ട കാര്യം എന്താന്ന് ചോദിക്കുകയാണ്. അതാ പറഞ്ഞത്, എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്ന്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ ബാലനെ അവരെ വിളിച്ചു വരുത്തുമെന്ന് ചോദിക്കുക. ബാലേട്ടൻ വിളിച്ചു വരുത്തിയതാ? അതെ, അവരുടെ വരവ് കണ്ടാൽ തന്നെ അറിയാം ബാലൻ വിളിച്ചു വരുത്തിയെന്ന കാര്യം എന്നൊക്കെ പറയണം. ഗോമതിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. എന്ത് ചെയ്യണം എന്ത് പറയണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. ആ സമയം ബാലന്റെ മുറിയിലേക്ക് ഉദയഭാനു ശ്രീകലയും കൂടെ കയറി ചെല്ലുവാണ്. ഉദയഭാനുന്റെ ശ്രീകലയും കണ്ടപ്പം ബാലൻ കട്ടിലായിരിക്കും. പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. സാറോന്നൊക്കെ ചോദിച്ചോണ്ട്. അതെ, എന്തൊക്കെയാ ബാലയെ കേൾക്കണേ? ഇത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു, അത് പിന്നെ സാരമില്ല, കുടുംബാവും പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി ചെയ്ത് ശരിയാന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ബാലൻ ഇപ്പൊ എന്തേലും പറഞ്ഞെന്ന് കരുതിക്കോ, അതിന് ഗോമതി ഇറങ്ങി പോകേണ്ട കാര്യമുണ്ടോ? കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികൾ ചെയ്യുന്ന കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീകൾ ചെയ്യുന്ന കാര്യമാണോ ഗോമതി ചെയ്യുന്നതെന്നൊക്കെ പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ബാലൻ പറഞ്ഞു, അത് പിന്നെ
അപ്പോഴേക്കും ശ്രീകല പറഞ്ഞു, ദേ ബാലേട്ടൻ കൂടാൻ കുറച്ചുകൂടെ സ്ട്രോങ് ആവണം കേട്ടോ. ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്ത് വന്നാലും നേരിടാൻ തയ്യാറായിട്ട് വേണം നമ്മൾ എപ്പോഴും നിൽക്കാനായിട്ട്. നമ്മൾ തളർന്നു പോകരുത്. തളർന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം തീർന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഉപദേശമാണ്. ആ സമയം ബാലൻ പറഞ്ഞു, അത് പിന്നെ ഉദയ സാറേ, ഞാൻ കൂടുതലൊന്നും പറയണ്ട. ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ഇങ്ങോട്ട് വരണ സമയത്ത് ആ അച്യുതവർമ്മ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണെന്നറിയാവോ? ഈ സമയം ബാലൻ ചോദിച്ചു, എന്ത് കാര്യമാണ് പറഞ്ഞത്? ഈ സമയം ഉദയഭാനുവിനെ തോണ്ടിയിട്ട് ശ്രീകല പറഞ്ഞു, എന്താ ഉദയേട്ടാ ഇത്? അതൊക്കെ ഉദയേട്ടന് പറയേണ്ട കാര്യമുണ്ടോ നിൽക്കും. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഉദയൻ പറഞ്ഞു, പറയാതിരിക്കാൻ പറ്റുമോ? ബാലൻ നമ്മുടെ ആളല്ലേ, അപ്പൊ ബാലൻ അറിയണ്ടെന്നിരിക്കും. എന്താ നിങ്ങൾ പറഞ്ഞേ? അച്യുതവർമ്മ എന്താ നിങ്ങളോട് പറഞ്ഞേ? അതങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല. ഇപ്പൊ തന്നെ ചോദിച്ചിട്ടേ കാര്യം. അതെ, ഇപ്പൊ ചോദിക്കാനൊന്നും പോണ്ട ബാല. ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞെന്നുള്ളൂ. ഞങ്ങളുടെ മനസ്സിലെ വിഷമം പറഞ്ഞെന്നുള്ളൂ. എന്തിനാ വെറുതെ ഒരു വഴക്കം പ്രശ്നം ഉണ്ടാക്കുന്നേ? ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല. എന്താണെങ്കിലും ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയണം. എന്റെ ബാല, ഇതൊക്കെ പറഞ്ഞാലും ഒരു കാര്യമുണ്ട് കേട്ടോ. ബാലന്റെ ഭാര്യ ഗോമതി ഉണ്ടല്ലോ, അച്യുതവർമ്മ പറയുന്നതെല്ലാം കേട്ട് ഭയങ്കര സന്തോഷം അവിടെ നിന്ന് ചിരിക്കുവേ. ഞങ്ങൾ കണ്ടാന്ന് പറയണ. ഗോമതി ചിരിച്ചെന്നോ? അതെ, ചിരിച്ചെന്ന് പറയണ. അതും കൂടെ കേട്ട് ഞാൻ ബാലന് ആകെപ്പാടെ ദേഷ്യവും സങ്കടമായി. ബാലൻ പറഞ്ഞു, അങ്ങനെയാണോ? അന്നാ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയണ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ. അപ്പൊ രാവിലത്തെ വിശേഷം ഇടാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ. എന്തായാലും വൈകുന്നേരം മുതൽ കൃത്യസമയത്ത് തന്നെ വീഡിയോസൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാവേ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.